ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ തീപ്പട്ടി എടുത്തെറിഞ്ഞ് കത്തിക്കുന്ന നമ്മുടെ ബാബുണ്ണൻ്റെ കഥയാണ്. പുള്ളിക്കാരൻ്റെ മീൻ കൂടി നമ്മൾ വല്ലവൻ്റെ വീട്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യുന്ന കാറ് ബോംബ് വെച്ച് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് സന്തോഷം കണ്ടെത്തുന്ന ഒരുതരം സൈക്കോപാത്ത്. പടം തുടങ്ങുന്നത് നമ്മുടെ ഡാഡി ഗിരിജയും സുനിലണ്ണനും കൂടെ വന്നിട്ട് നമ്മുടെ പാപ്പബാട ഗോഡൗൺ തീയിട്ട് കത്തിക്കും. അതങ്ങനെ കുറയണം, ഉമ്മാർക്ക് പാതിരാത്രി ഉറക്കവുമില്ലേ. ഇവന്മാരുടെ കണ്ണിനെന്താ കുരുവാണോ? വീടിന് മുമ്പിൽ ഗോഡൗൺ വെച്ചിട്ട് നമ്മളുടെ ഗോഡൗൺ. അങ്ങനെ പാമ്പപാട കൂടെയുള്ളവൻ കത്തി വീശുമ്പോൾ സുനിലണ്ണനെ കഴുത്തിക്കൊണ്ട് സുനിലണ്ണൻ ഡെഡാവും. എന്നിട്ട് ആ കുറ്റം പാമ്പ ഏറ്റെടുക്കും. എന്നിട്ട് 12 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കും. ആ ബോംബ് ഹോട്ടലിൻ്റെ ഇടയ്ക്ക് ഒരു തീകഷ്ണം വന്ന് ബാബുണ്ണൻ്റെ ഇടത്തെ കണ്ണിക്കൊള്ളും. അങ്ങനെ ബാബുണ്ണൻ വലുതായിട്ട് ഒരു മാസ് എൻട്രി ഉണ്ട് മോനെ. തീ സാധനം. ഷെടാ, ഇതാരും നോക്കുന്നില്ലല്ലേ? പുല്ലി ഇറങ്ങണ്ടായിരുന്നു. കോപ്പ് നാണം കെട്ടി പുല്ലി വരണ്ടായിരുന്നു. ഭർത്താവിനെ പിരിഞ്ഞാൽ ഡൈവേഴ്സ്, അപ്പൊ മകനെ പിരിഞ്ഞതിന്റെ പേരെന്താ? അതായത് ഇവനും എൻ്റെ അമ്മയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നൊരു മുദ്രപത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ ബാബുണ്ണനോട് നടിച്ച് പുറത്താക്കും. ബാബുണ്ണൻ വണ്ടി എടുത്തുകൊണ്ട് 360 ഡിഗ്രി വീട്ടിൽ പോകും. അങ്ങനെ ബാബുണ്ണൻ വീട്ടിൽ പോയിട്ട് സലാറിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മുളകോടിയും വാരിയിട്ട് ചോറ് കഴിക്കും. ഈ പെണ്ണിനെ എന്തിനു വെച്ചേക്കുന്നതെന്ന് തമ്പുരാനറിയാം. ഇത് കുഞ്ഞമ്മയുടെ മോളാണോ, അത് പാല് വയ്ക്കാൻ വന്ന പെണ്ണാണോ, അപ്പുറത്തെ വീട്ടിലെ പെണ്ണാണോ, തമ്പുരാനറിയാം. അങ്ങനെ പുള്ളിക്കാരൻ വീണ്ടും വണ്ടി എടുത്തുകൊണ്ട് അമ്മേനെ കാണണമെന്നും പറഞ്ഞ് വരും. അങ്ങനെ പുള്ളിക്കാരൻ പോയി വന്നും പടം മൊത്തം തീർക്കും. അപ്പോൾ വീട്ടിൽ വെച്ച് നമ്മളെ ബാബുണ്ണൻ ലീല ചേച്ചി കണ്ടുമുട്ടും. അങ്ങനെ ബാബുണ്ണന് ക്രഷ് അടിക്കും. ബാബുണ്ണൻ അതിൻ്റെ ഇടയ്ക്ക് മിമിക്രിയെ കാണിക്കും. അത് കണ്ട് ഇമ്പ്രസ്സായ ലീല പോടാ പുല്ലെന്ന് പറഞ്ഞ് അകത്തോട്ട് പോകും. പുല്ല് മൂഞ്ചി. ബാബുണ്ണൻ വീട്ടിൽ ചെന്നിട്ട് അമ്മേനെ കാണണമെന്ന് പറയും, ഇറക്കി വിടും. വീണ്ടും നാണം കെട്ട് ഡിപ്രഷൻ അടിച്ച് പുള്ളിക്കാരൻ വെളിയിറങ്ങി പോകും. ബാബുണ്ണൻ്റെ മുളവിലോട് ഇവൻ വേറെ ഇറക്കെടുത്ത് മറിച്ച് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് ടെൻഷനായിട്ട് കെണ്ടിയെടുത്ത് തലയടിച്ച് പൊട്ടിക്കും. ഇതെല്ലാം ചെയ്യിക്കുന്നത് വേറെ ആരുമല്ല, ബാബുണ്ണൻ്റെ സ്വന്തം മാമനായ ഡാഡി ഗിരിജയാണ്. എന്നിട്ട് ബാബുണ്ണൻ അവരുമായിട്ട് കബഡി കളിക്കും. പുള്ളിയുടെ കണ്ണിൽ തീപ്പൊരിവിനുണ്ട്. പുള്ളിക്ക് ഇടത്തെ കണ്ണൊരു മങ്ങല, അതുകൊണ്ട് വലത്തോട്ട് മാറി ഇക്കടാന്ന് പറയും. എന്നിട്ട് അടി കണ്ടുകൊണ്ടിരിക്കുന്ന ഡാഡി ഗിരിജയുടെ കസേര ഒടിച്ച് താഴെ ഇടും. ഇവനെന്താ വയ്യടാ? ഞാൻ പറഞ്ഞല്ലോ പുള്ളിക്ക് വണ്ടി പൊട്ടിക്കുന്ന ഹോബിയാണ്. അങ്ങനെ സ്വന്തം കാർ ബീഡിക്കുറ്റി കൊണ്ട് കത്തിക്കും. എന്നിട്ട് മാസ് കാണിച്ച് നടന്നൊരു പോക്കുണ്ട് മോനെ. സീൻ ഐറ്റം. ഇതെന്താ പൊടിയാ? കഴിവിട്ടതായിരുന്നു, കുഴപ്പമില്ല, തട്ടിക്കളയാ. അങ്ങനെ ഡാഡി ഗിരിജയുടെ ആള് ഗ്രിൽഡ് ചിക്കൻ കറങ്ങുന്ന പോലെ കാറിനടിക്കിടന്ന് കറങ്ങും. ഈ കാറിലിടാൻ പൊട്ടിച്ചു കളഞ്ഞത് ഇതെവിടെ നിന്ന് വന്ന്? അങ്ങനെ ബാബുണ്ണൻ്റെ വീട്ടിലേക്ക് പായം തലനെടുത്ത് ശ്രീലീല വരും. പിന്നെ പുള്ളിക്കാരോട് തവളച്ചാട്ടമൊക്കെ ചാടി കാണിക്കും. നാടോടി നൃത്തമൊക്കെ കളിക്കും. ഇത് നൃത്തത്തില്ലേ പണ്ടാരം. അങ്ങനെ ബാബുണ്ണന് മുമ്പിൽ കിടന്ന് കാട്ടായം കാണിക്കും. ലീല ചേച്ചിയാണെങ്കിൽ ബാബുണ്ണന്റെ മുണ്ടെല്ലാം വലിച്ചൂരി കളയും. ഇതെന്തോന്ന് എക്സ്പ്രഷൻ ആടാ. അങ്ങനെ മൂപ്പര് പിന്നെയും ചെന്ന് കയറും. അമ്മേനെ കാണണം എന്ന് പറഞ്ഞു വീണ്ടും അപമാനിച്ച് ഇറക്കി വിടും. എന്നിട്ട് വീണ്ടും ഡിപ്രഷനായിട്ട് ബാബുണ്ണ വീണ്ടും പടിയിറങ്ങി വരും. ഒരു എക്സ്പ്രഷനും ഇല്ലടാ ഇവന്. ബാബുണ്ണനെ കൊല്ലാൻ വേണ്ടി ജെലാറ്റിൻ എന്ന് പറയുന്ന ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുക്കും. അങ്ങനെ അവൻ തോക്കുമായിട്ട് ബാബുണ്ണന്റെ നേർക്ക് നേർ വരും. പിന്നെയാണ് ബാബുണ്ണന് മനസ്സിലാവുന്നത് അവൻ അന്ധനാണെന്ന്. കണ്ണ് കാണാത്ത ഒരുത്തനാണോടാ കൊട്ടേഷൻ കൊടുക്കുന്നത്? ആരടാ ഇവനൊക്കെ? വെട്ടത്തിലെ ജഗതി വെടിവെക്കുന്ന പോലെ എവിടെയൊക്കെയോ വെടിവെക്കും. എനിക്കൊന്നേ പോയുള്ളൂ, രണ്ടും പോയെന്നാ തോന്നുന്നു. അങ്ങനെ ബാബുണ്ണൻ്റെ അമ്മയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റും. ഒരു പാണ്ട് ലോറി വന്ന് ഇടിച്ച് 360 ഡിഗ്രി കറക്കും. അങ്ങനെയാണ് അമ്മേനെ കാണാൻ വേണ്ടി വരും. എന്തുവാടേ ആക്സിഡൻ്റ് ആയി കിടക്കുന്ന അമ്മേനെ കാണാമെന്നൊരു കണ്ണീര് പോലും എൻ്റെ മുഖത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ടൊക്കെ വരുന്നു. പുള്ളിക്ക് ജലദോഷമാണെന്ന് തോന്നുന്നു, മൂക്കിലേക്ക് കൈവയ്ക്കുന്നു. അങ്ങനെ അമ്മേനെ ആക്സിഡൻ്റ് ആക്കാൻ കാരണക്കാരനെ ആളെ തേടി ഇറങ്ങും ബാബുണ്ണൻ. എന്നിട്ട് ബാബുണ്ണൻ അവിടെയുള്ള പെണ്ണുങ്ങളെ നല്ല അടിവേടിച്ച് കൂട്ടും. പട്ടി അടിക്കുന്നതാണ് കടിക്കും. യവന് വേദന എടുക്കുവാണോ സുഖം കിട്ടുവാണോ? പുള്ളി ചവിട്ട് നാടകം കളിച്ച് കാണിക്കും. അങ്ങനെ പുള്ളിക്ക് ദേഷ്യം മുതൽ ചവിട്ടങ്ങ് ചവിട്ടും. അങ്ങനെ കുറെ ഗുണ്ടൊക്കെ പറക്കും. എന്നിട്ട് തെറിച്ചു പോയി ലോറിയുടെ അടിയിൽ കയറും. പുള്ളിക്കൊരു മാജിക്കൊക്കെ അറിയാം. തീപ്പട്ടിക്കൊള്ളി തലയിലെ കുറച്ച് തീയെത്തിക്കും.
BD 3D കാണുന്നുണ്ടോ? അങ്ങനെ ബാബുണ്ണനും അമ്മയും ഒന്നിക്കും. പ്രകാശ് രാജു എന്തൊക്കെയൊക്കെയോ കാണിക്കും. അങ്ങനെ തടയാൻ പറയുന്നവരെ പയറി പറപ്പിക്കും. അടികൊണ്ട പുള്ളിക്കാരൻ പറഞ്ഞ് ചന്ദ്രനിലോട്ട് പോയി. 5 മിനിറ്റ് എയറിലായിരുന്നു. ഇപ്പോൾ ഫാദി ഇറങ്ങി. പുള്ളിക്കാരൻ കണ്ണി കാണുന്നത് കൂടി ചവിട്ടയും തള്ളയൊക്കെ ചെയ്യും. അവൻ ശക്തിമാൻ കറങ്ങുന്നതാണ് കറങ്ങും. ഒന്ന് മടക്കിക്കെട്ട്, ഒന്ന് മടക്കിക്കെട്ട്, മടക്കിക്കെട്ട് മടക്കിക്കെട്ട് മടക്കിക്കെട്ട്. എന്താ അങ്ങനെ നോക്കുന്നേ? അവനവന്റെ ശോകത്തിന് അവര് തന്നെയാണ് ലിറിക് റൈറ്റർ. എഴുതുക, മടക്കുക, വലിച്ചെറിയുക. ഇത് തന്നെയാണ് സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. 2.5 മണിക്കൂർ എന്തൊരു പടച്ചു വെച്ചേക്കുന്ന കൊണച്ച പടം. ഈ യൂണിവേഴ്സിന്റെ പ്രത്യേകത കൊടുങ്കാറ്റ് പോലെ ഇടിച്ച പറക്കും. രണ്ടാമത്തെ കുഴപ്പമെന്ന് വെച്ചാൽ പുള്ളി ചിരിക്കുവാണോ പുള്ളി കരയുവാണോ ഒന്നും അറിഞ്ഞൂടെ. എപ്പോഴും ഒരൊറ്റ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ.